അപ്പോൾ ഈ സഭയിൽ വന്ന് പെട്ടുപോകുന്ന ഒരു ഇതെന്ന് കേൾക്കുന്ന കൊള്ളാം. അപ്പം ഈ ഹേർട്ട്, അതായത് ഈ വേദന, സഭയിൽ ഉണ്ടായ എന്തോ ഒരു പ്രയാസമാണ്. ഈ വേദന കാരണം ചിലരങ്ങ് സഭ വിട്ടു പോവും, ചിലർ സഹിച്ച് കടിച്ചു പിടിച്ച് സഭയിൽ തന്നെ നിൽക്കും. പക്ഷേ ഈ വേദനയോ മുറിവോ ഉണ്ടായത് ഒരാഴ്ച കൊണ്ടുണ്ടായതല്ല, ഇത് നാളുകളായിട്ടുണ്ടാകുന്നതാണ്. ഇതെന്തുകൊണ്ടുണ്ടാകുന്നു വെച്ചാൽ ലവ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് വിത്ത് നോയ്സ്. പണ്ട് വന്നപ്പം ഭയങ്കര സ്നേഹമായിരുന്നു, പക്ഷെ ഇപ്പം വന്നപ്പോൾ എന്ത് പറ്റി? സ്നേഹം വലുതായിട്ടില്ല. എന്നോട് ഒത്തിരി പേര് പറഞ്ഞൊരു പരാതിയുണ്ട്, പണ്ട് മാസ്റ്റർക്ക് കണ്ടാൽ ഭയങ്കര സ്നേഹം, ഓടി വന്ന് കൈ തരും അല്ലേ, കൂടെ വിളിച്ച് തിരക്കും, വീട്ടിൽ വരും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കണ്ടാൽ നേരെ വന്ന് ചിരിച്ചാലും പാസ്റ്റർ ഇങ്ങോട്ടിങ്ങ് പോകും. അപ്പം ഇവിടെ പലപ്പോഴെങ്കിലും ലവ് ഹാസ് ബീൻ റീപ്ലേസ്ഡ് ബൈ നോയ്സ്. ചിലയിടത്തുള്ള പ്രശ്നം ബഹളം മാത്രമേ ഉള്ളൂ. ബഹളം എന്ന് പറഞ്ഞാൽ വഴക്കല്ല, ഈ സ്നേഹം അതിനിടയ്ക്കില്ല. ഇങ്ങനൊരു അവസ്ഥയിലേക്ക് വരുമ്പം വിശ്വസ്തരായി നിൽക്കുന്ന അംഗങ്ങൾ പോലും പതുക്കെ എന്ത് ചെയ്യും? നിരാശപ്പെട്ട് മടുത്ത് അവർ ഈ പറഞ്ഞ പോലെ, ചിലർ ഈ പറഞ്ഞ പോലെ ദേഷ്യപ്പെട്ട് പോയെന്നിരിക്കും, പക്ഷേ ചിലർ ഈ പറഞ്ഞ പോലെ വല്ലാത്ത അവസ്ഥയിൽ അവർ പിന്മാറ്റത്തിലേക്ക് പോയെന്നിരിക്കും.